ക്യാബിന്റെ ഡോറ് തള്ളി തുറന്നവൻ ഉള്ളിലേക്ക് കയറി. ടേബിളിൽ ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ടവൻ അലറി, ഹേയ് റിലാക്സ് നാഥ്. ഇത് കണ്ടുകൊണ്ടുവന്ന ഹരി അവനെ ചെയറിലിരുത്തിക്കൊണ്ട് പറഞ്ഞു, എല്ലാം എല്ലാം നശിപ്പിച്ചില്ലേ ആ നായിൻ്റെ മോൻ. അവൻ മേശയിൽ ആഞ്ഞടിച്ചു. ഹരി അവൻ്റെ തോളിൽ തട്ടി. റിലാക്സ് നാഥ്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കൂടെ നിന്ന് ചതിക്കുന്നവരെ ഉടലോടെ നരകത്തിലേക്ക് അയക്കും. അവനൊന്ന് മൂളി ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. പിന്നെ ഒരന്വേഷണമായിരുന്നു. അക്കൗണ്ട് സെക്ഷനിലെ വിക്രം. അവനാണ് അറിഞ്ഞതു മുതൽ അവൻ്റെ ആയുസ് കുറഞ്ഞു തുടങ്ങി. കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് മരണം എന്ന കുറഞ്ഞ ശിക്ഷയില്ല. അവൻ്റെ പൂച്ചക്കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നു. മുഖം വലിഞ്ഞു മുറുകി. ഹരി, അവൻ ഹരിയെ വിളിച്ചു. എനിക്കവനെ വേണം. ഓക്കെ, ഹരി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. രാവിലെ ലച്ചു കണ്ണുകൾ തുറന്നു. കരഞ്ഞതുകൊണ്ട് കൺപോളകൾ വീർത്തിരിക്കുന്നു. അവൾ പതുക്കെ എണീറ്റ്. അപ്പോഴാണ് വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഓ, തമ്പുരാട്ടി എണീറ്റോ? അടുക്കളയിൽ പോയി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. അതും പറഞ്ഞവർ പോയി. ലച്ചു പതുക്കെ എണീറ്റ് അടികിട്ടിയ ഭാഗത്ത് വേദന ആയതുകൊണ്ട് എണീക്കാൻ പറ്റാതെ നിലത്ത് തന്നെ വീണു. അമ്മേ! വേദനയോടെ അവൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. വേദന സഹിച്ചവൾ പതുക്കെ എണീറ്റ് ഫ്രഷാവാൻ പോയി. എന്തിനാ ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫ്രഷായി അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവർ തലേ ദിവസം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ അവിടെ വെച്ച് പോയിരിക്കുന്നു. അവൾ അതെല്ലാം എടുത്ത് കഴുകാൻ തുടങ്ങി. ചേച്ചിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതല്ലേ? ആടാപ്പൂ, ചേച്ചി വേഗം പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം ബാക്കി. അത് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം, അമ്മ കണ്ട ചീത്ത പറയും. ഡാ അപ്പു, നിനക്കെന്താ അടുക്കളയിൽ പണി? അമ്മേ, ചേച്ചിക്ക് ഇന്ന് നേരത്തെ ക്ലാസ് ഉണ്ട്, ചേച്ചി പൊയ്ക്കോട്ടെ. ഇന്ന് എവിടേക്കും പോകുന്നില്ല അവള്, പറഞ്ഞത് മനസ്സിലായോ? അയ്യോ ചെറിയമ്മേ, അങ്ങനെ പറയരുത്, അവൾ അവരുടെ കാൽ പിടിച്ചു പറഞ്ഞു. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് കേട്ടാ മതി. അങ്ങനെ പറയരുത്, അവൾ അവരോട് അപേക്ഷിച്ചു. പറ്റില്ല, നീ ഇന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല. നീ എന്താ ഊർമിളേ, അവൾ പൊയ്ക്കോട്ടെ. മാധവൻ അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ആരും എന്നോടൊന്നും പറയണ്ട, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവൾ വേഗം പോയി വന്നോളും, നീ മിണ്ടാതിരിക്കും ഊർമിളേ, മാധവൻ ഊർമിളയോട് കണ്ണുകൊണ്ട് പറഞ്ഞു. ശരി പൊയ്ക്കോ, എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് പോയാൽ മതി. ശരി ചെറിയമ്മേ. അവരൊന്ന് അമർത്തി മൂളി അവൾ അകത്തേക്ക് പോയി. നിങ്ങൾ എന്താ ചേട്ടാ അവളെ സപ്പോർട്ട് ചെയ്യാണോ? അവളോടെന്താ ചേട്ടനൊരു സഹതാപം? ഞാനൊന്നും കാണാതെ പറയില്ലല്ലോ, അത് നിനക്കറിയില്ലേ ഊർമിളേ? ചേട്ടൻ്റെ മനസ്സിലെന്താ? നീ അവളെ ഇങ്ങനെ അടിച്ച ആ പെണ്ണ് ചത്തുപോയാൽ നീ സമാധാനം പറയേണ്ടി വരില്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യുക? നീ ഒന്ന് ക്ഷമിക്ക്, ഒക്കെ നമുക്ക് ശരിയാക്കാം. രാഹുൽ വരുന്നുണ്ട്, ഇനി അവൻ തീരുമാനിക്കട്ടെ. അവൻക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവളുടെ സ്വത്തുക്കൾ നമുക്ക് സ്വന്തമാക്കാം. പിന്നെ അവൾ ജീവിക്കേ മരിക്കേ എന്തു വെച്ചാലായിക്കോട്ടെ, നീ ഒന്ന് സമാധാനപ്പെട്. നീ വെറുതെ എന്തിനാ ഊർമിള കിടന്ന് വിഷമിക്കുന്നത്? നിനക്കൊരിക്കലും ഇത് കിട്ടില്ല. എനിക്ക് സ്വന്തമാക്കണം ഇതെല്ലാം, അയാൾ മനസ്സിലോർത്തു. അത് ശരിയാ, അവൻ എപ്പോഴാ വരുന്നത്? വെയിറ്റ് ആൻഡ് സീ, അവൻ വരുന്നുണ്ട്. അത് മാത്രം അറിഞ്ഞാൽ പോരെ നിനക്ക്? ലച്ചു, എടി ലച്ചു, നിന്റെ ഒരുക്കം ഇപ്പോഴും കഴിഞ്ഞില്ലേ? കോളേജിലേക്കുള്ള ബസ് നമ്മളെ കാത്തു നിൽക്കില്ല, അത് അതിൻ്റെ വഴിക്ക് പോവും. നീ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ഇതാ വരുന്നു ഗായു. നിന്നെ പോലെയല്ലല്ലോ പെണ്ണെ എൻ്റെ അവസ്ഥ. ഇത് ഗായത്രി, എൻ്റെ സങ്കടങ്ങൾക്കൊരാശ്വാസം, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ സങ്കടങ്ങൾക്കും എൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെയുള്ള ഒരേ ഒരു വ്യക്തി. ആ മതി, നീ ഒന്ന് വേഗം വാ പെണ്ണേ. അത് പറഞ്ഞ് ലച്ചു വേഗം റെഡിയായി മുറിയുടെ പുറത്തിറങ്ങി പോവാൻ തുടങ്ങിയപ്പോൾ, അല്ല എവിടെ പോകുന്നു? ഒരുങ്ങിക്കെട്ടി. ഈ തള്ളയും ഞാനുണ്ടല്ലോ, ഞങ്ങൾ കാശിക്ക് പോവാണ്, എന്തേ നിങ്ങൾ വരുന്നുണ്ടോ? ആന്നോ? എന്നാ പോയ പോലെ അങ്ങോട്ട് തന്നെ പൊയ്ക്കോണം, പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്, ഈ മാരണത്തിനെയും കൊണ്ട് പൊയ്ക്കോണം. ഓഹോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ തള്ളി, ഞങ്ങൾ എവിടേക്കെങ്കിലും പോയി എന്ന് വെച്ച് നിങ്ങൾക്കെന്താ? നീ എന്താടി എന്നെ ഭരിക്കാൻ വരുന്നോ? അതും പറഞ്ഞവർ ഗായത്രിയുടെ നേരെ കൈനീട്ടി അടിക്കാൻ ഓങ്ങി. ഞങ്ങൾക്കിന്നേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ചെറിയമ്മേ. ക്ലാസ്സിന് തന്നെയല്ലേ പോകുന്നത്, ആർക്കറിയാം? ഗായത്രി എന്തോ പറയാൻ വന്നതും ലച്ചു അവളുടെ കൈ പിടിച്ച് വലിച്ചു അവിടുന്ന് പോയി. നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അവരെ ദേഷ്യം പിടിപ്പിച്ച് അനുഭവിക്കുന്നത് ഞാനാണ്. നീ ഇങ്ങനെ ഒരു പാവായാലോ ലച്ചു? നീ മിണ്ടാതെ നിന്നിട്ടാണ് അവർ നിന്റെ തലയിൽ കയറുന്നത്.
അവർ പറഞ്ഞതൊക്കെ അനുസരിച്ച് നിന്നു. ഇനി ഒന്നും എന്നോട് പറഞ്ഞു വരണ്ട. അതും പറഞ്ഞവൾ വേഗത്തിൽ നടന്നുപോയി. ഗായു നിൽക്കടി. അവളെ വിളിച്ച് ഗായുടെ പിന്നാലെ ഓടിപ്പോയി ലച്ചു. അവർ രണ്ടുപേരും ബസ്സിൽ കയറി കോളേജിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ അപ്പോഴാണ് അവരുടെ കോളേജിന് അടുത്തുള്ള എഞ്ചിനീയർ കോളേജിലെ മുറ്റത്ത് കുറച്ച് കുട്ടികൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ടത്. അവരും അവിടേക്ക് പോയി നോക്കി. എന്താടാ ലച്ചു, എഞ്ചിനീയർ കോളേജിൻ്റെ മുന്നിൽ ഒരാൾക്കൂട്ടം? എനിക്കെങ്ങനെ അറിയാനാ? വാ നമുക്ക് പോയി നോക്കാം. അവർ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു. എടോ, എന്താ ഇവിടെ പ്രശ്നം? അതൊരു പെൺകുട്ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ചെയർമാനെ പരസ്യമായി കെട്ടിപ്പിടിച്ചു. അതിനവളെ അടിക്കുകയും ചെയ്തു. അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അഹങ്കാരിയാണവൾ. അവളുടെ വിചാരം അവളാണ് ഈ കോളേജിൻ്റെ അവകാശി എന്നാണ്. ഞങ്ങളൊക്കെ അവൾ പറയുന്നത് മാത്രം അനുസരിക്കണം എന്നാണ് അവളുടെ വെപ്പ്. എന്ന് ഞാൻ പോട്ടെ ചേച്ചി, ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ആ ശരി, പൊയ്ക്കോ. അല്ല ലച്ചു, പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിന്റെ അനിയത്തി ആകുമോ? എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതും പറഞ്ഞവർ അവിടേക്ക് പോയി. അവിടെ എത്തിയതും അവിടുത്തെ കാഴ്ച അവർ നോക്കി നിന്നുപോയി. നിനക്കെന്താ പെണ്ണെ, നാണമില്ലേ എൻ്റെ പിന്നാലെ നടക്കാൻ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ ആണുങ്ങളെപ്പോലെ എന്നെ കാണരുതെന്ന്. നിന്റെയൊക്കെ സ്വഭാവത്തിന് പറ്റിയ ആൺപിള്ളേരുണ്ടാകും, എന്നതിന് കിട്ടില്ല. നിനക്കൊക്കെ ഓരോ മാസവും സാധനം മാറുന്നത് പോലെ ആണുങ്ങളെ മാറ്റാനല്ലേ പണി. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. അതും പറഞ്ഞ ആ പെണ്ണ് ആ ചെക്കനെ ഉമ്മ വയ്ക്കാൻ നോക്കി. നിന്നോടല്ലേ പറഞ്ഞത്? അതും പറഞ്ഞവൻ അവളെ തല്ലി. അവൻ്റെ കയ്യിൻ്റെ വിരലടയാളം അവളുടെ മുഖത്ത് പതിഞ്ഞു. അവൾ തല ഉയർത്തിയപ്പോഴാണ് ലച്ചുവും ഗായത്രിയും ആ പെൺകുട്ടിയുടെ മുഖം കണ്ടത്. ആ മുഖം കണ്ടതും രണ്ടുപേരുടെയും കണ്ണു തള്ളി. ഗായത്രി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇപ്പം എന്താ എൻ്റെ പൊന്നുമോൾ കാണുന്നത്? അവൾ തലയും താഴ്ത്തി അല്ലാതൊന്നും മിണ്ടിയില്ല. വാ, നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല, ക്ലാസ് മിസ്സാവും. അവരതും പറഞ്ഞു പോയി. ക്ലാസ്സിലെത്തിയതും ലച്ചുവിൻ്റെ മുഖം തെളിച്ചമില്ലായിരുന്നു. എന്താ ഗായു, ലച്ചുവിൻ്റെ മുഖം ഒരു സന്തോഷമില്ലാത്തത്? അവരുടെ ഫ്രണ്ട്സായ ഐഷു ചോദിച്ചു. ഒന്നുമില്ല ഐഷു. അല്ല, എന്തോ ഉണ്ട്. ഗായു ഉണ്ടായതെല്ലാം പറഞ്ഞു കൊടുത്തു അവൾക്ക്. ലച്ചു, നീ വിചാരിക്കുന്നത് പോലെയല്ല. നിന്റെ അനിയത്തി ആ കോളേജിലെ ചീത്ത കൂട്ടുകെട്ടുമായിട്ടാണ് കമ്പനി. എല്ലാവർക്കും അവളെ അറപ്പാണ്. അത്രയ്ക്ക് മോശമാണ് അവൾ. എനിക്കൊന്ന് കേൾക്കണ്ട. അവൾ വാ പൊത്തി കരഞ്ഞു. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവൾക്കതൊക്കെ കേട്ടിട്ട് മനസ്സിനൊരു സുഖമില്ലാത്തതുപോലെ തോന്നി. അവൾ ഉച്ചയ്ക്ക് കോളേജിൽ നിന്നും ചോദിച്ചു പോന്നു. അവൾ വീട്ടിലേക്ക് കയറിയപ്പോൾ ഉമ്മറത്ത് തന്നെ ഊർമിള ഉണ്ടായിരുന്നു. എന്താ തമ്പുരാട്ടി, ഈ ടൈമിൽ നിന്ന് ക്ലാസ് ഒന്നും ഇല്ലേ? എനിക്ക് ചെറിയ തലവേദന, അതുകൊണ്ട് ഞാൻ പോന്നു. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. റൂമിലെത്തിയതും കട്ടിൽ കിടന്ന് കുറേ കരഞ്ഞു. വൈകുന്നേരം ആയപ്പോഴാണ് ഋതിക വന്നത്. ഋതികയെ കണ്ടതും ലച്ചു അടുക്കളയിലേക്ക് പോയി ചായ എടുത്ത് കൊണ്ടുവന്നു. ഋതുമോളെ, നീ എന്തിനാ ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ടുമായി കൂട്ടുകൂടുന്നത്? ഞാൻ എങ്ങനെ നടക്കണമെന്ന്, ഞാൻ ആരുടെ കൂടെ നടക്കണമെന്നും എൻ്റെ തീരുമാനമാണ്. അതെൻ്റെ ഇഷ്ടമാണ്, അതിൽ നീ നോക്കണ്ട. ഇത് കേട്ടുകൊണ്ടാണ് ഊർമിള വരുന്നത്. അവരെ കണ്ടതും അവൾ കരച്ചിൽ തുടങ്ങി. അത് കണ്ട് ഊർമിള ചോദിച്ചു, എന്താ മോളെ? ഈ ചേച്ചി എൻ്റെ അമ്മേ. നീ എന്താ എൻ്റെ മോളോട് പറഞ്ഞത്? അവളൊന്നും മിണ്ടിയില്ല. പിന്നെ നീ നാളെ കോളേജിലൊന്നും പോവണ്ട, ഇവിടെ കുറച്ച് പേര് വരുന്നുണ്ട്, അവർക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം. അതും പറഞ്ഞ് അവർ തിരിച്ചുപോയി. ആരാമ്മേ നാളെ വരുന്നത്? നാളെ രാഹുലും അവൻ്റെ കമ്പനിയുടെ MD-യും. അത് ലച്ചു കേട്ടതും അവളുടെ ശരീരം പേടി കൊണ്ട് വിറച്ചു. രാഹുൽ, അവൻ വന്ന എൻ്റെ സമാധാനം പോയാലോ? എൻ്റെ ഈശ്വര, എന്നെ പരീക്ഷിച്ചത് ഇനിയും മതിയായില്ലേ? എന്നാ ഇതിനൊക്കെ അവസാനമുണ്ടാകുന്നത്? അത് മനസ്സിൽ വിചാരിച്ചവൾ അടുക്കളയിലേക്ക് പോയി. ഈശ്വര, എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തിനാ അവരെൻ്റെ അടുത്ത് നിന്നും വേഗം കൊണ്ടുപോയത്? എന്നെയും അവരുടെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നു? അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. എടി മൂദേവി, ആരെ സ്വപ്നം കണ്ടാണ് നിൽക്കുന്നത്? പിന്നെ നാളെ കോളേജിലേക്ക് പോവണ്ട. അത് ചെറിയമ്മേ, എക്സാം തുടങ്ങാനായി, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. നീ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയോ? നീ ഡോക്ടറൊന്നും ആവാനല്ലല്ലോ പഠിക്കുന്നത്, വെറും ഡിഗ്രിയല്ലേ. അവളൊന്നും പറയാതെ മൗനമായി നിന്നു. നാളെ രാഹുലും ഏട്ടത്തിയും ഏട്ടനും വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അത് കേട്ടതും ലച്ചുവിൻ്റെ ദേഹം വീണ്ടും വിറകൊണ്ടു. ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കണം. എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റില്ല.
അതും പറഞ്ഞ് ഊർമിള അവിടെ നിന്നും പോയി. രാഹുൽ, ഊർമിളയുടെ ഒരേ ഒരു ആങ്ങള മാധവന്റെ മകൻ, മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ലച്ചുവിന് അവനെ കാണുന്നതേ വെറുപ്പാണ്. അവളോട് മോശമായ രീതിയിലാണ് സംസാരിക്കുക. അവളെ അവൻ്റെ അടുത്ത് നിന്നും രക്ഷിക്കാൻ അപ്പു മാത്രമേ ഉണ്ടാകൂ. എന്തിനാ ഈശ്വര എനിക്ക് മാത്രം ഇങ്ങനെ ഒരു പരീക്ഷണം? അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണ്ടും പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി, എന്താ ചേച്ചി ആലോചിച്ച് നിൽക്കുന്നത്? ആ ദോശ കരിയാറായി. അപ്പു പറയുന്നത് കേട്ട് ലച്ചു ചട്ടകം എടുത്ത് ദോശ തിരിച്ചിട്ടു. എന്താ ചേച്ചി, എന്തു പറ്റി? ചേച്ചി കരഞ്ഞോ? അതപ്പോ നാളെ രാഹുലേട്ടൻ വരുന്നുണ്ട്. ആ പേര് കേട്ടതും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? അറിയില്ല, എന്നോട് നാളെ കോളേജിൽ പോവേണ്ടെന്നാ പറഞ്ഞത്. അയാൾ വന്നാലും ചേച്ചി ആ ഭാഗത്തേക്ക് വരണ്ട. അയാൾക്ക് കാണാൻ നിന്ന് കൊടുക്കരുത്. ഇല്ലടാ. അതും പറഞ്ഞവൾ അവനെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി, വല്യേട്ടൻ എന്നാ വരുന്നത്? അറിയില്ല എൻ്റെ കുട്ടി, അവനെ ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ. വല്യേട്ടൻ എങ്ങനെയാ അത്ര ദേഷ്യക്കാരനായത്? എൻ്റെ കുട്ടി പാവായിരുന്നു. എല്ലാവരോടും ഒരുപാട് സംസാരിക്കുമായിരുന്നു. അവൻക്ക് അച്ഛനേക്കാളും ഇഷ്ടം അമ്മയോടായിരുന്നു. ഇവിടെ ആരുമില്ലാത്ത നേരത്ത് തെക്കേടത്തെ രാഘവൻ അവളെ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. അവളെ നശിപ്പിച്ചു എന്ന കാരണത്താൽ അരുന്ധതി തൂങ്ങി മരിച്ചു. അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കാണുന്നത് സ്വന്തം അമ്മയെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ സമനില തെറ്റി. അവൻ്റെ അച്ഛനും ആ വേദനയിൽ അറ്റാക്ക് വന്ന് മരിച്ചു. അതും പറഞ്ഞവർ പൊട്ടിക്കരഞ്ഞു. മുത്തശ്ശി കരയാതെ. അപ്പോഴാണ് മാനവ് ഫോൺ എടുത്തുകൊണ്ട് വന്നത്. മുത്തശ്ശി, ഫോൺ വല്യേട്ടനാണെന്ന് തോന്നുന്നു. മുത്തശ്ശി, സുഖല്ലേ? ആടാ കണ്ണ, പിന്നെ നീ എന്ന നാട്ടിലേക്ക് വരുന്നത്? വരാം മുത്തശ്ശി. വരാമെന്ന് മാത്രം പറയും, എന്നിട്ട് വരികയുമില്ല. അല്ലെങ്കിലും ഈ വയസ്സിയെ കാണാൻ ആർക്കും ഇഷ്ടവുമില്ല, ആഗ്രഹവുമില്ല. ഇനി ഇതും പറഞ്ഞ് പിണങ്ങാതെ. വരാൻ പറ്റാഞ്ഞിട്ടല്ലേ? ബിസിനസ് തിരക്കായതുകൊണ്ടല്ലേ ഞാൻ വരാത്തത്? നിനക്ക് മാത്രമല്ലേ ബിസിനസ് തിരക്കുള്ളൂ, വേറെ ആർക്കും ഇല്ലാത്തതുപോലെയാണല്ലോ. എന്തു പറഞ്ഞാലും നിനക്ക് എപ്പോഴും തിരക്കുള്ളൂ. എത്ര കാലമായി കുട്ടി നിന്നെ കണ്ടിട്ട്? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇനി ഒരാഴ്ച തികച്ചില്ല. പിന്നെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും. അത് പൂർത്തിയാക്കാൻ നിൽക്കാതെ അവനൊന്ന് മൂളി. അറിയാം, മറന്നിട്ടില്ല. എന്താ ഈ മൂളിൽ മാത്രമേ ഉള്ളൂ? ഉത്സവത്തിന് എല്ലാവരും വരും. നീ വന്നില്ലെങ്കിൽ ഈ മുത്തശ്ശിയെന്ന് വിളിച്ച് നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അയ്യോ മുത്തശ്ശി, അങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത്. ഞാൻ വരാം, ഉറപ്പ്. അല്ലടാ, നിന്റെ വാലെവിടെ പോയി? അവനൊരു മീറ്റിങ്ങിന് USA പോയി, ഒരു പ്രൊജക്റ്റ് സൈൻ ചെയ്യാൻ. പിന്നെ കണ്ണ, ഞാൻ നമ്മുടെ കുടുംബ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തിന്? എനിക്ക് പരലോകത്തേക്കുള്ള വിസ റെഡിയായോ എന്നറിയാനാണോ? നോവെടുക്ക് കണ്ണ, വേണ്ടാത്തത് പറയാതെ. ഞാൻ നിന്റെ വിവാഹകാര്യം ചോദിക്കാനാണ് പോകുന്നത്. അതൊന്നും ഉടനെ ഒന്നും നടക്കില്ല. എൻ്റെ മനസ്സ് പറയുന്നത് നിനക്കുള്ള പെണ്ണ് ഉടനെ നിന്റെ അടുത്തെത്തുമെന്നാണ്. അത് കേട്ടതും പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല. ഐ വിൽ കോൾ യു ലേറ്റർ. എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി. ശരി ശരി. അവർ വെച്ചതും അവൻ നേരെ കണ്ണാടിയുടെ മുന്നിൽ നിന്നു. മുടിയൊക്കെ കൈകൊണ്ട് ശരിയാക്കി ഗൗരവം നിറഞ്ഞ മുഖവുമായി അവൻ ഓഫീസിലേക്ക് ഇറങ്ങി. നാഥിൻ്റെ കാർ ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു. അവൻ അതിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് നടന്നു. സ്റ്റാഫ് എല്ലാവരും അവനെ കണ്ടപ്പോൾ വിഷ് ചെയ്തു. അവൻ തിരിച്ചും വിഷ് ചെയ്ത് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. അവൻ സീറ്റിലേക്ക് ഇരുന്ന് ലാപ്പ് ഓണാക്കി അതിൽ നോക്കിയിരിക്കുമ്പോഴാണ് പുറത്തുനിന്നും അകത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചത്. കമിൻ. അനുവാദം കിട്ടിയതും മോഡേണായി ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി. നാഥിൻ്റെ PA സെറീന. സെറീന, ടുഡേ ഷെഡ്യൂൾ? ആനി ഫ്രാൻസിസുമായി അപ്പോയിൻമെൻ്റ് ഉണ്ട് സർ. വെന്യൂ ഹോട്ടൽ സ്കൈ ബ്ലൂ പാലസ് അറ്റ് 10 AM. വേറെ ഒരു പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ പോകും. ഒരു അപ്പോയിൻമെൻറ്റ്സും ഞാൻ പറയുന്നത് വരെ വേറെ കൊടുക്കരുത്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റാഫും ഹെഡും അർജൻറ്റായി മീറ്റിംഗ് ഹാളിൽ എത്താൻ പറയണം. ഓക്കെ സർ. അതും പറഞ്ഞവൾ പുറത്തേക്ക് പോയതും അവൻ ലാപ്ടോപ്പിലേക്ക് മുഖം പൂഴ്ത്തി.